അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ്. ഇവരുടെ 7ാം ഭാവത്തിൽ ബുധ ശുക്ര യോഗമുണ്ട്. അതുപോലെ സൂര്യനും കേതുവും ചൊവ്വയും ഒക്കെ ഈ പറയുന്ന 7ാം ഭാവത്തിലാണ് വരുന്നത്. ചില പുതിയ കരാറുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പദ്ധതികൾക്ക് അതിനൊരു പൂർണ്ണരൂപം നൽകാനും അതിൽ കരാർ ഒപ്പിടുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് സമയം അനുകൂലമാണ്. ധനപരമായിട്ട് വരുമാനം ഒരു ശരാശരിയിൽ നിൽക്കും. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാതെ ആണ്. എന്നാൽ പങ്കാളി മുഖാന്തരം ഉണ്ടാകുന്ന ചില ധനലാഭങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ചിലവും വളരെ പങ്കാളിക്ക് വേണ്ടിയിട്ട് ചിലവ് ചെയ്യേണ്ടതായിട്ടുള്ള തുക അതൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാൻ, ബ്ലഡ് പ്രഷർ മുതലായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവരത് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിലെ പരസ്പരം മക്കളും ഭാര്യ, അച്ഛനമ്മമാർ മുതലായിട്ടുള്ളവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു സംസാരത്തിൽ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള വർത്തമാനങ്ങളെ കൊണ്ടുണ്ടാകാവുന്ന ചില സംഘർഷങ്ങൾ അഥവാ അസ്വാരസ്യങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണാവുന്നതാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഗണപതി ക്ഷേത്ര ദർശനം, ഗണപതിക്ക് വഴിപാടുകൾ നടത്തുക, അപ്പം മുതലായിട്ടുള്ള നിവേദ്യങ്ങൾ നടത്തുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രങ്ങളിൽ കറുകമാല ചാർത്തുകയും നിർവിഘ്നതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്.